അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനഫ്സിഹിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങൾ സൂറ ബഖറയിലെ 94-ാമത്തെ വചനത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതിൽ ഹസ്രത്ത് ഖലീഫത്തുള്ള ഒരു വിഭാഗം ജനതയുടെ മാനസിക നിലയാണ് അനാവരണം ചെയ്യുന്നത്. അവരോട് അല്ലാഹു തആല ഒരു പ്രവാചകനെ നിയോഗിച്ച് ഒരു ജനതയെ നേർവഴിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ ആ ജനതയുടെ മനോഭാവങ്ങളും നിലപാടുകളും രീതികളുമാണ് ഇവിടെ അനാവരണം ചെയ്യുന്നത്. അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾക്ക് നൽകിയതിനെ നിങ്ങൾ മുറുകെ പിടിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കേട്ടു. അസൈന, എന്നിട്ട് ഞങ്ങളതിനെ ധിക്കരിക്കുകയും ചെയ്യുന്നു. പറഞ്ഞത് ഞങ്ങൾ കേട്ടു, പക്ഷേ അതുപോലെ ചെയ്യുന്നില്ല. അവർക്ക് തോന്നുന്നത് പോലെ അവർ ചെയ്യുക. ഹസ്രത്ത് ഖലീഫത്തുള്ളാഹി സംബന്ധമായിട്ട് പറയുന്നത്, ബട്ട് ആൾ ഇൻ ആൾ, എല്ലാ നിലയിലും എല്ലാ വിധത്തിലും ഏത് പ്രകാരം നോക്കിയാലും ദ ഈവിൾ ഇൻ ദെയർ ഹാർട്ട്സ്, അവരുടെ ഹൃദയങ്ങളിലുള്ള തിന്മ, അധർമ്മം, അധാർമികത, ദ ഈവിൾ ഇൻ ദെയർ ഹാർട്ട്സ് വാസ് ഗ്രേറ്റർ ദാൻ ഫെയ്ത്ത്സ്, അവരുടെ വിശ്വാസത്തേക്കാൾ കൂടുതൽ നിഴലിച്ച് നിന്നത്, നിറഞ്ഞു നിന്നത് അവരുടെ തിന്മകളാണ്. ഇത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന വിശുദ്ധരായ ഒരു സംഘം ആളുകളുടെ രൂപകൽപ്പന, അത് ലോകമെങ്ങും വ്യാപിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല മുൻകാലങ്ങളിൽ നടപ്പിലാക്കിയപ്പോൾ അത് മൂസാ നബി അലൈഹിസ്സലാമിനെ പോലെ വേദഗ്രന്ഥം നൽകപ്പെട്ട ഒരു വ്യക്തി ഈ വിവരങ്ങൾ അവരുടെ മുമ്പിൽ, തൻ്റെ ജനതയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ട് അവരുടെ നിലപാടുകൾ, അവരുടെ രീതികൾ ഇങ്ങനെ ആയിരുന്നു എന്നാണ് അവിടെ വെളിവാക്കുന്നത്. ദ ഈവിൾ ഇൻ ദെയർ ഹാർട്ട്സ് വാസ് ഗ്രേറ്റർ ദാൻ ഫെയ്ത്ത്സ്, വിശ്വാസത്തേക്കാൾ അവരുടെ ഹൃദയങ്ങളിൽ തിന്മയാണ് കുടികൊണ്ടിരുന്നത്. ദാറ്റ് ദേ ഷുഡ് ഹാവ് ഗോഡ് ഫോർ അല്ലാഹ് ആൻഡ് ഹിസ് പ്രോഫറ്റ്സ്, പക്ഷെ അവർ അത് പറഞ്ഞതുപോലെ കേട്ടിരുന്നെങ്കിൽ അവർക്ക് കിട്ടുന്നത് എന്തായിരുന്നു?
അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകന്മാരെയുമായിരുന്നു. അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള വഹി കിട്ടി, തൗറാത്ത് കിട്ടി, അതിൻ്റെ കാര്യങ്ങളൊക്കെ തൻ്റെ ജനതയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർ നിസ്സാരമായ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അവർ പഴയ നിലപാടുകളിലേക്ക് പോയത്. തങ്ങളുടേതായ ഒരു നിലപാട്, അള്ളാഹുവിൻ്റെ കൽപ്പനയോ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളോ അല്ല അവരുടെ മനസ്സിന് എന്താണോ തോന്നുന്നത്, അവരുടെ ശരീര ഇച്ഛ അവരോട് എന്താണോ പറയുന്നത്, അതാണ് അവരുടെ ദീൻ. അതനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ അവർ അനുസരണ ഉള്ളവരായിരുന്നു എങ്കിൽ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകന്മാരെയും ലഭിക്കുമായിരുന്നു. ആ മൂസാ നബി അലൈഹിസ്സലാമയെയും അവർക്ക് ലഭിക്കുമായിരുന്നു. അപ് ടിൽ ദ ഹോളി പ്രൊഫറ്റ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ പരിശുദ്ധ പ്രവാചകൻ്റെ ആഗമനം വരെയുള്ള എല്ലാ പ്രവാചകന്മാരെയും അവർക്ക് ലഭിക്കുമായിരുന്നു. അള്ളാഹുവിനെയും ലഭിക്കുമായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന് ശേഷം വന്ന കഫൈന മിൻ ബഅദിഹി റുസുൽ, നാം അദ്ദേഹത്തിന് ശേഷം പ്രവാചകന്മാരുടെ ഒരു ശൃംഖല തന്നെ ഭൂമുഖത്തേക്ക് നിയോഗിച്ചു, ഒന്നിനു പുറകെ ഒന്നായിട്ട്. അവരെയൊക്കെ അവർ കളിയാക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും ധാർമ്മിക മൂല്യങ്ങളെ വളച്ചൊടിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ജനത. ഒടുവിൽ ഈസാ അലൈഹിസ്സലാമിനെ അവർ വധിക്കാൻ തന്നെ തീരുമാനിച്ചു. വധം തന്നെയാണ് നടത്തിയത്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? അള്ളാഹുവിനെ, അവൻ്റെ ദൂതന്മാരെ. അപ്പോൾ പരിശുദ്ധ പ്രവാചകൻ ഹു കെയിം വിത്ത് ദ ഖുർആൻ, വിശുദ്ധ ഖുർആനുമായിട്ടാണ് ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അദ്ദേഹത്തിനെയും അവർ എതിർത്തു. അവർക്ക് അതും കിട്ടാതെ പോയി. ദ ബെസ്റ്റ് ഗൈഡൻസ് ഫോർ മാൻകൈൻഡ്, മാനവകുലത്തിനുള്ള ഏറ്റവും നല്ല മാർഗരേഖയുമായി വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവർ തള്ളിക്കളയേണ്ട അവസ്ഥയിലേക്കാണ് വന്നത്. ദ ഈവിൾ ഇൻ ദം, അവരുടെ ഉള്ളിൽ കുടികൊണ്ടിരുന്ന ഈ തിന്മയുടെ കൂമ്പാരം റീച്ച്ഡ് സച്ച് എ പോയിൻറ്റ്, അതൊരു പോയിന്റിലേക്ക് എത്തിച്ചേർന്നു. ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് സെയിങ്, അവർ പറയുന്നതിന് പകരം വി ഹിയർ ആൻഡ് വി ഒബേ, ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ദേശേ അവർ പറഞ്ഞത് എന്താണ്? വി ഹിയർ, ഞങ്ങൾ കേൾക്കുന്നു, ബട്ട് വി ഡിസൊബേ, ഞങ്ങൾ അനുസരിക്കുന്നില്ല. നമ്മളിലെല്ലാം ഈ സ്വഭാവം ഇങ്ങനെ നിൽക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ ദൂതനെ അനുസരിക്കുക. വ ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ അധികാരപ്പെടുത്തിയവരെയും നിങ്ങൾ അനുസരിക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. നിങ്ങൾക്കായി നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു വിനീതനെ ഉത്തരവാദിത്വപ്പെടുത്തിയാൽ ആ ആളെയും നിങ്ങൾ അനുസരിക്കുക എന്നുള്ള ദൈവിക കൽപ്പനയെ അവർ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. എന്തിന്? മൂസാ നബി അലൈഹിസ്സലാം സിനായ് പർവ്വതത്തിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഒരു പ്രവാചകൻ തന്നെ കൂടെ ഉണ്ടായിട്ട് പോലും അവരനുസരിച്ചില്ല. ആ അനുസരണക്കേടിൻ്റെ പിൻതലമുറക്കാരാണ് നമ്മൾ. നമ്മുടെ ഹൃദയങ്ങളിൽ പകയും വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ട് നടക്കുന്ന വിശ്വാസികളെന്ന് വെറുതെ പുറംപൂച്ച് കാണിക്കുന്ന ആളുകളുടെ ഒരു സംഘം. അതുകൊണ്ട് വി ഹിയർ ആൻഡ് വി ഒബേ, നമ്മൾ പറയേണ്ടിയിരുന്നത്, അവർ പറയേണ്ടിയിരുന്നത് ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു. എന്നാൽ they say we hear and we disobey, ഞങ്ങൾ കേട്ടു, പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടു, പക്ഷേ ഞങ്ങളതനുസരിക്കത്തില്ല. അത്തരത്തിലുള്ള തെമ്മാടിക്കൂട്ടങ്ങളായിരുന്നു, അധർമ്മികളുടെ സംഘമായിരുന്നു ജൂതന്മാർ. അതേ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ബനി ഇസ്രായേൽ സംഘത്തിൽ ഉണ്ടായിരുന്നവർ 72 വിഭാഗമായി പിരിഞ്ഞു, എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അനുസരണക്കേട് കാണിക്കുന്ന ധിക്കാരികളായ ആളുകളുടെ സംഘങ്ങളാണ് ലോകത്ത് മുഴുവൻ ഇങ്ങനെ
മുസ്ലിം സംഘങ്ങളെന്നും പറഞ്ഞ് രൂപപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്നും ഭിന്നമായിട്ട് ഒന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു ഒരു ദൂതനെ വിട്ടു, ആ ദൂതനാണെന്നും പറഞ്ഞ് നമ്മൾ സ്വീകരിച്ചതിന് ശേഷം നമ്മൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ക്ഷമിക്കാൻ നമുക്ക് കഴിയത്തില്ല, മാപ്പാക്കാൻ നമുക്ക് കഴിയത്തില്ല. ഒരു സഹോദരന് ഒരു തെറ്റ് പറ്റിയാൽ അത് മാപ്പാക്കാൻ നമുക്ക് കഴിയില്ല. ഒരു അമീർ തൻ്റെ സഹപ്രവർത്തകരായ ആളുകളോട് ഒരു നിർദ്ദേശം വെച്ചാൽ ആ നിർദ്ദേശം അനുസരിച്ച് അവർ പ്രവർത്തിക്കാൻ തയ്യാറാവുന്നില്ല. ഇത് തന്നെയല്ലേ അവർ ചെയ്തത്, ഈ ജൂതന്മാർ ചെയ്തത്. അപ്പം നമ്മൾ എന്തായി? എൻ്റെ ഉമ്മത്ത് 73, ആ 73 വിഭാഗങ്ങളിൽപ്പെട്ട ജൂതന്മാരുടെ പ്രതിനിധികളാണ്. നമ്മൾ വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്നില്ല എങ്കിൽ, ചിന്തിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, ദിസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദെയർ ഈസ് ബ്രോട്ട് ദം, ഇവരുടെ ഈ സമീപനമുണ്ടല്ലോ, ഈ മനോഭാവം, ദിസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദെയേഴ്സ്, അവരുടെ ഈ സമീപനം, അതായത് കേട്ടു ഞങ്ങൾ ധിക്കരിക്കുന്നു, കേട്ടു പക്ഷെ ഞങ്ങൾ സ്വീകരിക്കത്തില്ല. ഈ ചെറു സംഘത്തിനകത്തും അത് തന്നെയാണ് നടക്കുന്നത്. ദിസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദെയർ ഹേർട്സ് ബ്രോട്ട് ദം ടു ദെയർ ഡൗൺഫാൾ, അവരുടെ അധപ്പതനമാണ് അവരിലേക്ക്, ഇവരുടെ ഈ മനോഭാവം അവരെ കൊണ്ടെത്തിക്കുന്നത്. അവർ വിചാരിക്കും അവർ ഭയങ്കരമായ നിലയിൽ അങ്ങ് ഉയർന്ന് ഭയങ്കര ഔന്നത്യത്തിലേക്ക് എത്തും. പക്ഷേ ഈ മനോഭാവമാണ് നമ്മളിൽ കുടികൊള്ളുന്നതെങ്കിൽ ദിസ് വിൽ ബ്രോട്ട് ദം ടു ദെയർ ഡൗൺഫാൾ, അവരുടെ അധപ്പതനത്തിലേക്കായിരിക്കും അവരെ ഇത് നയിക്കുന്നത്. വെയർ ബൈ അള്ളാഹ് റിമൂവ് ദ ബ്ലെസ്സിങ്സ് ഓഫ് പ്രോഫറ്റ്ഹുഡ്, അങ്ങനെ അന്നത്തെ ആ ജൂതന്മാരിൽ അവരിൽ പ്രവാചകത്വത്തിൻ്റെ അനുഗ്രഹം തന്നെ അള്ളാഹു തആല എടുത്തു കളഞ്ഞു. ഫ്രം ദം ആൻഡ് ഗേവ് ഇറ്റ് ഇൻ ദ പ്രോജനി ഓഫ് ഇസ്മായിൽ അലൈഹിസ്സലാം, ദെയർ ബ്രദർ, അവരുടെ സഹോദരങ്ങളായ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിലേക്ക് ആ പ്രവാചകത്വ പരമ്പര നീക്കിക്കൊടുത്തു, മാറ്റിക്കളഞ്ഞു. ഇഫ് ദേ ഹാഡ് ഇൻസ്റ്റെഡ് സെഡ്, എന്നാൽ അവർ പറഞ്ഞിരുന്നെങ്കിൽ ദാറ്റ് ദേ ബിലീവ്ഡ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ആൻഡ് ഫോളോഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ പ്രോഫറ്റ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ പാലിക്കുന്നു, അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ, അങ്ങനെ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെ അവർ ചെയ്തിരുന്നുവെങ്കിൽ, ദേ വുഡ് ഹാവ് ബീൻ ട്രൂ ബിലീവേഴ്സ്, അവർക്ക് യഥാർത്ഥ വിശ്വാസികളാകാമായിരുന്നു. യഥാർത്ഥ വിശ്വാസികളായിത്തീരുന്നതിൻ്റെ ഗുണഗണങ്ങളാണ് ഈ പറയുന്നത്. അങ്ങനെ ആകുന്നില്ല എങ്കിൽ ഈ നാട്യം കൊണ്ട് നിങ്ങൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവരുടെ അവസ്ഥാവിശേഷം, അവരെ ഡൗൺഫാൾ ആയിരിക്കും. ദെയർ ഡൗൺഫാൾ ബ്രോട്ട് ദം ടു ദെയർ ഡൗൺഫാൾ. ദേ ആൻഡ് വുഡ് ഹാവ് സ്റ്റിൽ ഗോട്ട് ദ ഫേവേഴ്സ് ഓഫ് അള്ളാഹ്, അവരങ്ങനെ അനുസരണമുള്ളവരായിരുന്നെങ്കിൽ ഇപ്പോഴും അവർക്ക് ആ അനുഗ്രഹം അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നതിന്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വന്ന ദൂതനെയും അവർക്ക് സ്വീകരിക്കുവാനും മനസ്സിലാക്കുവാനും അവർക്ക് കഴിയുമായിരുന്നു. ബട്ട് അലാസ് ഫോർ ദം, അവരുടെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതമാണ്. ആൻഡ് ദെയർ ഇൻഫിഡൽ റിപ്ലൈസ്, അവരുടെ ആ ഇൻഫിഡൽ റിപ്ലൈസ് ഉണ്ടല്ലോ, ദൈവനിന്ദാപരമായ മറുപടികൾ, ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള മറുപടികൾ, ചെയ്തികൾ. അവർ വിചാരിക്കും ദൈവപ്രീതിക്കനുസൃതമായിട്ടാണ് അവർ ചെയ്തതെന്ന്. നോ, അവരുടെ ആ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു? ദെയർ ഇൻഫിഡൽ റിപ്ലൈസ്, ദൈവനിന്ദ, ദൈവക്രോധം വരുത്തി വയ്ക്കുന്ന മറുപടികളും അൺബിഹേവിയർ, പെരുമാറ്റങ്ങളുമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. നമ്മളിൽ എല്ലാം ഇത്തരത്തിലുള്ള ന്യൂനതകൾ കടന്നുകൂടിയിട്ടുണ്ട്. ഈ ന്യൂനതകളെയൊക്കെ മാറ്റി ശുദ്ധീകരിച്ച് ഒരു പുതിയ മനുഷ്യനായി തീരുന്നതിന് വേണ്ടിയാണ് അല്ലാഹു തആല ഈ നൂറ്റാണ്ടിൽ അവൻ്റെ ബ്ലെസ്സിങ് ഒരു ദൂതനിലൂടെ മാനവകുലത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിച്ചത്. എറൈസ് ആൻഡ് ക്രിയേറ്റ് എ ന്യൂ വേൾഡ്. നിങ്ങളൊന്ന് എഴുന്നേറ്റ് ക്രിയേറ്റ് എ ന്യൂ വേൾഡ്. നമ്മൾ വിചാരിക്കും ലോകത്തോട്ട് പോയി അവിടെ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുക. നമ്മളെന്ന് പറയുന്ന ഓരോ വ്യക്തിയും ഓരോ ലോകമാണ്. നമ്മളിൽ തന്നെ ഒരു പുതു ലോകം സൃഷ്ടിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും ശരിയല്ല, നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നും ശരിയല്ല.
അതിനെല്ലാം കറക്റ്റ് ചെയ്യണം. അതിനുള്ള തീവ്രമായ പരിശീലന കളരിയാണ് ഓരോ വർഷവും അല്ലാഹു തആല ഏർപ്പെടുത്തിയിരിക്കുന്ന പരിശുദ്ധ റമദാൻ. അവിടെ വെച്ച് നമ്മുടെ ശരീരമാകുന്ന യന്ത്രത്തിൽ കടന്നുകൂടിയിരിക്കുന്ന എല്ലാ ആവശ്യമില്ലാത്ത കാര്യങ്ങളെയും പുറത്തേക്ക് കളഞ്ഞ് ഈ വണ്ടി കഴുകി ശുദ്ധീകരിച്ചെടുക്കുന്നത് പോലെ മനുഷ്യനെ കഴുകി ശുദ്ധീകരിച്ചെടുക്കുന്നതിന് വേണ്ടി പരിശുദ്ധമായ റമദാൻ വന്ന് നിന്നിട്ട് തീവ്രമായ നിലയിൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി എയ്ത്തിക്കാഫ് എന്ന് പറയുന്ന കഠിനമായ നിലയിൽ ഉള്ള തീവ്ര പരിശീലനം നടത്തപ്പെടുന്ന അതിനു വേണ്ടിയുള്ള ഒരു കളരിയും അല്ലാഹു തആല ഏർപ്പെടുത്തി. ആരാർക്കെല്ലാം പരിശുദ്ധരിൽ പരിശുദ്ധരായി തീരാൻ ആഗ്രഹിക്കുന്നുവോ അവർക്കായി തുറന്നു വെച്ചിരിക്കപ്പെട്ടിരിക്കുന്ന ജീവിത ശൈലികൾ അത് മനുഷ്യനെ ഒരു യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റും. ഈ പരിശീലന കളരികളിലൂടെ നേടുന്ന തങ്ങളുടെ അറിവുകൾ തങ്ങളുടെ ജീവിതത്തിൽ മഹത്തായ പരിവർത്തനം വരുത്തുവാൻ പര്യാപ്തമാണ്. അതാണ് എറേസ് ആൻഡ് ക്രിയേറ്റ് എ ന്യൂ വേൾഡ്. നിങ്ങളൊരു പുതിയ മനുഷ്യനായി മാറണം. നമ്മളൊക്കെ ഇപ്പോഴും പകയും വെറുപ്പും വിദ്വേഷമൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. ഒരു ചെറിയ കാര്യങ്ങൾ പോലും വലിയ കാര്യമാണെന്ന് പറഞ്ഞ് ഊതിപ്പെരുപ്പിച്ച് കുഴപ്പമുണ്ടാക്കുന്ന പ്രക്രിയയിലിരിക്കുക. നമുക്ക് ദൈവസ്മരണയിലൊന്നും ഇരിക്കാൻ സമയമില്ല. എന്നിട്ട് തുടർന്ന് 95-ാമത്തെ വചനത്തിലേക്ക് ഇന്നതിൻ്റെ പദാർത്ഥം മാത്രം ഒന്ന് പരിശോധിക്കാം. കുൽ ഇൻ കാനത ലക്കുമുദ്ദാറുൽ ആഖിറതു ഇൻദല്ലാഹി ഖാലിസതൻ മിൻ ദൂനിന്നാസ് ഫതമന്നൗൽ മൗത ഇൻ കുന്തും സാദിഖീൻ. കുൽ പറയുക, ഇൻകാനത്തിലേക്കും നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദാറുൽ ആഖിറത്ത് പാരത്രിക ലോക ജീവിതം, പാരത്രിക ഭവനത്തെപ്പറ്റി, ഇൻദല്ലാഹി അള്ളാഹുവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പാരത്രിക ലോക സൗഖ്യമുണ്ടാകുമെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ഖാലിസത്തൻ നിഷ്കളങ്കമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ, മിൻ ദൂനിന്നാസി മറ്റ് ജനങ്ങൾക്കില്ലാത്ത നിലയിൽ ഞങ്ങൾക്ക് വളരെ നിഷ്കളങ്കമായ നിലയിൽ ഞങ്ങൾ അള്ളാഹുവുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ് എന്ന് അവർ അങ്ങനെ വാദമുഖങ്ങളെല്ലാം പുറപ്പെടുവിക്കും. അപ്പോഴത് അല്ലാഹു തആല പറഞ്ഞു, ഫതമന്നൗൽ മൗത്ത്, എന്നാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കുക. കാരണം മരിച്ചു കഴിഞ്ഞാൽ എന്താ, അള്ളാഹുവിൻ്റെ അടുത്ത് പ്രത്യേകമായ സ്ഥാനമാനങ്ങൾ കിട്ടുമല്ലോ, അങ്ങോട്ടേക്ക് പോകാമല്ലോ. ഇൻ കുന്തും സാദിഖീൻ. അപ്പോൾ നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ മരണത്തെ വരിക്കും, മരിക്കാൻ തയ്യാറാവും എന്ന് ചോദിക്കുന്നു. അത് സംബന്ധമായിട്ടുള്ള വിശദീകരണവുമായി ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇന്ന് റമദാൻ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ 28 ഇന്ന് വൈകുന്നേരമാകുമ്പോൾ ഇതാ നമ്മുടെ അവസാനത്തെ ഒറ്റരാവ്, 29-ാം രാവ്. ഇനി ഒരു ദിവസം കൂടി ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതനുസരിച്ചുള്ള ഒരൊറ്റരാവ് ഇന്ന് സായം സന്ധ്യയോടുകൂടി ആരംഭിക്കുന്നു. അതിനെ മഹത്വവൽക്കരിക്കുവാനും അതിൽ നിന്ന് പ്രയോജനങ്ങൾ ഉൾക്കൊള്ളുവാനും നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം സവിശേഷമായ ശ്രദ്ധയ്ക്ക് ഈ കാര്യങ്ങൾ നമ്മളെ സ്വയം അവലോകനം ചെയ്ത് നോക്കുക. ഞാൻ ഏത് റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന്, എൻ്റെ വാക്കുകളും എൻ്റെ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണോ അല്ലയോ എന്ന് ഓരോരുത്തരും പരിശോധിച്ച് നോക്കിയതിന് ശേഷം അതിനനുയോജ്യമായ നിലയിൽ ഒരു തീരുമാനത്തിലെത്തി ജീവിതം മുന്നോട്ട് നയിക്കാൻ നോക്കുക. അതല്ല എങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ ലോക ജീവിതവും നാളെ പാരത്രിക ലോക ജീവിതവുമായിരിക്കും. അല്ലാഹു തആല അവൻ്റെ പരിശുദ്ധമായ കലാമിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന മാനവകുലത്തിന് സമ്മാനിച്ചിരിക്കുന്ന ഈ അതിമഹത്തായ ജീവിത പാഠങ്ങൾ മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും ഉള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാഹി ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.